സ്വർഗത്തിലെത്താനാവുന്ന അമലുകൾ എനിക്ക് പറഞ്ഞു തരാവോ എന്ന പ്രമുഖ ശിഷ്യന്റെ ചോദ്യത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വരുന്നു. ഒന്ന്, അബൂ ഹുറൈറ തങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഉദ്ദേശം നമ്മളൊക്കെ തന്നെയാണ്. ചോദ്യം ചോദിച്ചത് അബൂ ഹുറൈറ തങ്ങളായതുകൊണ്ട് സിംഗുലർ ടേമിൽ ആ അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു. നമ്മളെല്ലാവരുമാണ് ആ ഉത്തരം കേൾക്കേണ്ടതും ജീവിതത്തിൽ പുലർത്തേണ്ടതും. എന്താണ് അവിടുന്ന് കൊടുക്കുന്ന മറുപടികൾ? ഈ നാലിലും ഒന്നും കടുപ്പപ്പെട്ടതോ ഭാരം ചുമക്കാനാവാത്തതോ വളരെ വലിയ ടാസ്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതോ ആയ ഒന്നും ഇല്ല. പക്ഷേ ഈ കാര്യങ്ങൾക്ക് സ്വർഗമാണ് സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, മോനെ അബൂ ഹുറൈറ, അഫ്ശിസ്സലാം, സലാം വ്യാപിപ്പിക്കണം. സലാം പറയണം എന്നല്ല മിക്ക ഹദീസുകളിലും ഉണ്ടാവുക. സലാം വ്യാപിപ്പിക്കുക എന്നാണ് പറയുക. എന്താണ് സലാം പറയുക, സലാം വ്യാപിപ്പിക്കുക തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് അങ്ങനെ പറയണത്? സലാം പറയുക എന്നുള്ളത് മാത്രമാവാൻ ഒരാളോട് സലാം പറഞ്ഞാൽ തീർന്നു. സലാം പറഞ്ഞല്ലോ അയാളുടെ ജീവിതത്തിൽ. അതുപോരാ. അഫ്ശിസ്സലാം മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നിനക്ക് പരിചയമുള്ള ആളോടും ഇല്ലാത്ത ആളോടൊക്കെ സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ടാവണം. ഇതിൻ്റെ മഹത്വങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ SOS ഒരു ക്യാമ്പിൽ കുറച്ച് കാലം മുമ്പാണ് ഒരു ക്ലാസ് കഴിഞ്ഞ് ആ ഒരു പള്ളിയിലാണ് ആ ക്യാമ്പ് നടന്നത്. ക്ലാസ് കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദിൻ്റെ റൂമിലിരിക്കുക. അപ്പോൾ പുറത്തുനിന്ന്, അഥവാ പള്ളിയിൽ നിന്ന്, റൂമിൻ്റെ പുറത്തുനിന്ന് എന്ന് ഉദ്ദേശിച്ചത്, ഒരാൾ ചോദിക്കുന്നത് ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്, ക്ലാസ് എടുത്ത ഉസ്താദിനൊന്ന് കാണാൻ പറ്റുമോ എന്ന്. എന്നെ തന്നെ കാണാനല്ലേ ചോദിക്കണത്. മുസന്നിഫ് എന്നെ അങ്ങോട്ടേക്ക് പോയേക്കാം എന്ന അർത്ഥത്തിൽ ഞാൻ അങ്ങോട്ട് പോയി. നിങ്ങളെന്താ ചോദിച്ചേ? ഉസ്താദ് പറഞ്ഞല്ലോ, ജീവിതത്തിൽ കൂടുതൽ എന്ത് കാര്യം ചെയ്തു അത് ചെയ്യുമ്പോഴാണ് മരണം ഉണ്ടാവുക. അതെ. അപ്പോൾ ഞാൻ കരുതി അയാൾ ആ ചോദ്യത്തിന് വല്ല ഉദ്ദേശം ഉണ്ടാവും, വല്ല തെളിവ് ചോദിക്കാനോ കിതാബിൻ്റെ ഇബാറത്ത് ചോദിക്കാനോ ആയിരിക്കും. പക്ഷെ അതിനല്ല അയാൾ ചോദിക്കണത്. അയാൾ പറയണത്, എനിക്കതിന് തെളിവുണ്ട് ഉസ്താദേ. ഇങ്ങോട്ട് പറയാം. എന്തേ? അയാളെ നാട്ടിലൊരു മനുഷ്യൻ, അയാളെ നാടും എൻ്റെ നാടൊക്കെ അടുത്തടുത്ത് തന്നെ. അയാൾ ഒരു ഹാജിയാരാണ്, കരീം ഹാജി എന്നങ്ങാനാണ് പേര്. ആരെ കണ്ടാലും സലാം പറയും. ആരെ കണ്ടാലും സലാം പറയും. പിള്ളേർ മൂപ്പരെ ട്രോളിയിട്ട് വിളിക്കലെന്നെ സലാം ഹാജി എന്നാണ് ശരിക്കും സലാം എന്നല്ല അയാളെ പേര്. കാരണം ആരേത് ദൂരത്തൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും അങ്ങനെ പറയും അത്രേ. അപ്പം ഇയാളെ കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പം സലാം ഇങ്ങോട്ടേക്ക് എറിയുമെന്ന്. അയാൾ മരിക്കുന്ന ഘട്ടത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞിരുന്നത് എനിക്ക്. എന്തേ, അയാളെ മോനോ മറ്റോ വീട്ടിൽ വന്നപ്പോൾ കൈ പിടിച്ചിട്ട് എന്തല്ല മോനെ അസ്സലാമു അലൈക്കും, അത് കഴിഞ്ഞ ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചു. അയാൾ അവസാനം പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്നുള്ളതാണ്. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേര് കൂടിയാണ്. അതും ചൊല്ലിയിട്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. അഫ്ശിസ്സലാം, പരിചയമുള്ള ആളോടും പരിചയമില്ലാത്ത ആളോടൊക്കെ സലാം പറയണം. പരമാവധി ആളോട് സലാം പറയണം. ഒരു ദിവസം 20 പേരോട് സലാം പറയുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്നു ഷുവറ. അങ്ങനെയാണ് അതിൻ്റെ ഗ്യാരണ്ടി. ചില റിപ്പോർട്ടുകളിൽ 10 എന്നും കാണാം. ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തീബുൽ ഹദ്ദാദ് എന്ന കിതാബിൽ യാദൽ ജലാൽ വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാഹ് എന്ന ആശയം വരുന്ന ദിക്റിൻ്റെ വ്യാഖ്യാനത്തിൽ ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള 10-20 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയണത്, ഡെയിലി 10 പേരോടോ 20 പേരോടോ സലാം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്നതാണ്. അത്രയും പ്രാധാന്യമുണ്ട് സലാമിന്. 10 പേരോടൊക്കെ സലാം പറയാൻ വലിയ പ്രയാസമുണ്ട്. ഇത് പ്രയാസമുള്ളത്. നമ്മൾ എത്രായിരം ആൾക്കാരെ ഡെയിലി കാണുന്നുണ്ട്.
സലാം പറയലിന്റെ മഹത്വം മനസ്സിലാക്കിയവർ ഒരിക്കൽ പോലും ആ ചാൻസ് മിസ്സാക്കൂല. രണ്ട് മുഅ്മിനുകൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറയാതെ പോവുകയാണെങ്കിൽ മലക്കൾ അത്ഭുതത്തോടെ ചോദിക്കും, എത്രേ ഇത്രയും വലിയ പ്രതിഫലമുള്ള ഒരു നന്മക്ക് ചാൻസ് കിട്ടിയിട്ട് ഇവരെന്താ മിണ്ടാതെ പോണത്? മലക്കൾ പരസ്പരം ചോദിക്കുമെന്ന് മൂജിബുദാരിസ്സലാം എന്ന കിതാബിൽ കാണാം. സലാം പറയുന്ന ആൾക്കാർ കൂടുതൽ കൂലി ഉണ്ടാവുക. സത്യത്തിൽ പൊതുനിയമം അനുസരിച്ച് ഫർളിനാണ് സുന്നത്തിന് കൂടുതൽ കൂലി ഉണ്ടാവേണ്ടത്. ഇവിടെ സലാം മടക്കൽ ഫർളാണെങ്കിലും അതിന് കാരണക്കാരനായ സലാം പറച്ചിൽ ആ സുന്നത്തിനാ കൂടുതൽ കൂലി. അത് അവിടെ ഉള്ളൊരു നിയമം, പൊതുനിയമത്തിൽ നിന്ന് എക്സെപ്ഷനായ ഒരു നിയമമാണത്. സലാം പറയുന്ന ആൾക്ക് 90 കൂലിയും മടക്കുന്ന ആൾക്ക് 10 കൂലിയാണ്. എത്ര വലിയ ഓഫറാണ്! സലാം പറയുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവർ ഒരാളെ കാണാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. എന്തിന്? പുതിയ ഒരാളെ കണ്ട ഒരു സലാം പറയാൻ ചാൻസ് കിട്ടുമല്ലോ എന്ന്. അതിൽപ്പെട്ട മഹാനാണ് സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ടൗണിലേക്ക് പോകും. എന്തിന്? സാധനങ്ങൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊന്നും അല്ല, ഒരാളെ പുതുതായി കാണാൻ. ടൗണിലെത്തിയ കുറേ ആളെ കാണാലോ, കുറേ പേരോട് സലാം പറയാലോ. ആ നന്മ കിട്ടാൻ, ആ ഓഫർ കിട്ടാൻ, ഒരു സാധനം പർച്ചേസ് ചെയ്യാനില്ലെങ്കിലും അങ്ങാടിയിൽ ആ ഒരു കൂലി കിട്ടാൻ വേണ്ടി, നന്മ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ എത്ര ഇതിൻ്റെ മഹത്വം! നമുക്കെത്രയാ സാധ്യതകൾ ചുറ്റുവട്ടത്ത്! ഒരു ദിവസം തന്നെ ശരിക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 100-200 സലാം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നടക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ആണുങ്ങൾ 100, സ്ത്രീകൾ 200, ഇന്നത്തെ 300 ആയില്ലേ? എത്ര ഒരു ഓഫറാണത്! ചില്ലറ കാര്യമാണോ അത്? നമുക്ക് എത്രായിരം ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മുഅ്മിനെ കണ്ടുമുട്ടി സലാം പറയാനുള്ള സാധ്യത, ചാൻസ് കിട്ടി, എന്നിട്ട് മിസ്സാക്കുക എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. സ്വർഗത്തിലേക്ക് പോവാനുള്ള അമലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു നന്മയാണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കണം. ശരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് നന്മകളുണ്ട്. നിസ്കാരം അതിനാണ് നമ്മൾ നിർവഹിക്കുന്നത്. നോമ്പ് അതിൻ്റെ ഒരു താല്പര്യത്തിലാണ്. സക്കാത്ത് കൊടുക്കുന്നത് അങ്ങനെ തന്നെ, ഹജ്ജും അങ്ങനെ തന്നെ അല്ലേ? സാധാരണക്കാരായ നമ്മളൊക്കെ ഒരു താല്പര്യം ഒന്ന് സ്വർഗം കിട്ടണം എന്നാണ് അല്ലേ? അതെ. പക്ഷെ ഇതിലേറ്റവും എളുപ്പമായ കാര്യം, സ്വർഗത്തിലെത്താൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം സലാം പറയലാണെന്ന് മഹാന്മാർ പറയുന്നു. നന്മകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലെത്താൻ ഒരു റിസ്ക്കും ഇല്ലാത്തൊരമലാണ് സലാം പറയൽ. അങ്ങനെയാണ്. ചില നന്മകൾക്ക് അങ്ങനെ ഉണ്ടാവും. ഉദാഹരണം പറയാം, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നന്മ, നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താ? നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ഹറാമുകൾ, തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഒരു റിസ്ക്കും ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ലോകത്തുണ്ടോ? ഉണ്ട്. എന്താ അത്? നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി. നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് ചൊല്ലുന്ന 33 സുബ്ഹാനല്ലയും മറ്റ് അദ്കാറും ദുആവും, അതിനൊക്കെ കൂലി വേറെ ഉണ്ട്. നീ ഒന്നും ചൊല്ലിയില്ല എന്ന് കരുത്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നാൽ, മാദാമ ഫീ മുസല്ലാഹു, അവിടെ ഇരുന്നാൽ നിന്റെ ദോഷം പുറക്കും. ബുഖാരിയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബത്വാൽ റളിയല്ലാഹു അൻഹു പറയുന്നതാണ് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ, ലോകത്ത് ഒരു അധ്വാനമില്ലാതെ ദോഷം പൊറുക്കാൻ പറ്റുന്ന അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉമ്മമാരതൊന്ന് ആലോചിക്കണം. വെള്ളം ചൂടാക്കാൻ വെച്ച് ചായപ്പൊടി ഇടാൻ പാകത്തിലാകുമ്പോഴേക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരാം എന്ന കണക്ഷൻ, ടച്ച് ഫ്ലൈറ്റ്, ടച്ച് ട്രെയിനായി നമ്മളെ നിസ്കാരത്തെ ഒരിക്കലും കണക്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്.
വേറെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയി നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഇരുത്തത്തിന് അത്ര ഊക്ക് കിട്ടൂല. വേഗം എണീക്കാൻ ഇങ്ങനെ വസ്വാസ് വന്നുകൊണ്ടിരിക്കും. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറച്ച് അധിക സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടും. നമ്മളിപ്പോൾ ഇനി അടുത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ളത് സുബിഹായിരിക്കും. ഉദാഹരണം പറയാം, നിങ്ങൾ നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നത്തെ വയലിങ്ങനെ ചെവിയിലടിക്കും. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു മലക്കളുടെ ദുആ ഉണ്ടാകും. ആ ചെവിയിൽ അടിച്ചിട്ട് ആ സൗണ്ട് ഇങ്ങനെ ചെവിയിൽ അലയോലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നോക്കെ ഇബ്ലീസ് വിടൂല. എല്ലാം മോനെ എനിക്ക് കാല് കടച്ചലില്ലേ, കാലിന് നീരില്ലേ, ഇപ്പുറതല്ലേ കസേര, അവിടെ കയറിയിരുന്നു ചൊല്ലിക്കോ, ഇവിടെ ഇരുന്നിട്ട് തന്നെ ആവണമെന്നുണ്ടോ? കേട്ടോ കടകള് എന്തെങ്കിലും തിരക്ക് പറഞ്ഞ് അസൗകര്യം പറഞ്ഞ് നമ്മൾ അവിടുന്ന് എഴുന്നേൽപ്പിക്കും ഇബ്ലീസ്. കാരണം ഇബ്ലീസ് കാര്യമായിട്ട് നമ്മളെ കൊണ്ട് തെറ്റേൽപ്പിച്ചത് മൂപ്പരെ കൂടെ നരകത്തിൽ കമ്പനിയായിട്ട് പോകാനല്ലേ. അപ്പോൾ ഈ ദോഷം പുറത്താലും മൂപ്പര് കുടുങ്ങിയല്ലോ, ഒറ്റക്ക് കൊണ്ടി വരുമല്ലോ. അതാണ് പ്രശ്നം. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. മലക്കളെ ദുആ ലഭിക്കാൻ അതൊരു കാരണം. മലക്കൾ ദുആർന്ന അല്ലാഹ് സ്വീകരിക്കാതിരിക്കോ? മലക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് അല്ലാഹല്ലേ. വദുആഉൽ മലായികതി മർജൂഉൻ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതളാ. ഫതുൽ ബാരിയിൽ കാണാം. മലക്കൾ ദുആർന്ന എങ്ങനെ അല്ലാഹ് സ്വീകരിക്കാതിരിക്കുക? മലക്കൾക്ക് ശഫാഅത്തിനുള്ള അർഹത അല്ലാഹ് കൊടുത്തല്ലേ. അവർ അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരല്ലേ. ഒരു തെറ്റുകുറ്റവും ജീവിതത്തിൽ വരാത്ത മഅസൂമീങ്ങളല്ലേ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അവരുടെ ദുആ എങ്ങനെയാ തള്ളിക്കളയുക? ആ മലക്കുകളാണ് ദുആ ചെയ്യുന്നത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന മനുഷ്യന്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി വരേണ്ട ഒരു നന്മയാണ്. വിഷയം അതല്ല. സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി അഫ്ഷിസ്സലാം. നീ ഒരു സലാംകയാവുക, നീ ഒരു സലാമാജിയാവുക. നീ സലാം പറയൂന്ന് നിന്നെ കാണുന്ന പരിചയമുള്ള എല്ലാവർക്കും ഉറപ്പുണ്ടാകണം. ഇപ്പൊ സലാം പറയുന്നു. കാരണം നീ അങ്ങനെയാണ്. നീ ഒരാളെ കണ്ട സലാം പറയണം, അസ്സലാമു അലൈക്കും. എന്തപ്പാ അതിൽ ചെലവ്? അതിലിപ്പോൾ എന്താ ചെലവ്? കുറേ വഴലുകൾ കേട്ട് കുറേ പോയിന്റുകൾ എഴുതി വെച്ച് ഉള്ള വയലിനൊക്കെ മാഷാ അല്ലാ തബാറക്കല്ലാ അടിപൊളി വയൽ കേട്ടോ. മൂപ്പരെ വയൽ ഞാൻ പലപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് എന്ന കമൻ്റെല്ലാം അടിക്കുന്നതിന് പകരം ഒരൊറ്റ നന്മ ഒന്നെങ്കിലും ശരിയാണല്ലേ ഈ പറഞ്ഞത് ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൂടെ? ആരെ കണ്ടാലും സലാം പറയുക. അതിനിപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു നന്മനെ കൊണ്ട് നമ്മൾ കഴിച്ചലായാലോ. നമ്മളെ അള്ളയല്ലേ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇന്നമിൻ മൂജിബാത്തിൽ മഗ്ഫിറ, ദോഷങ്ങൾ പുറത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ് ബദ്ലുസ്സലാം. മോനെ നീ സലാം ഇങ്ങനെ കൊടുക്കണം. കണ്ടവരോടൊക്കെ സലാം പറയുക. അസ്സലാമു ഖബലൽ കലാം, സംസാരം തുടങ്ങുന്നതിന് മുമ്പ് സലാം ഇങ്ങനെ പറയുന്ന ശീലം ഉണ്ടാവണം. എങ്കിൽ ഇന്നമിൻ മൂജിബാത്തിൽ മഗ്ഫിറ, നിന്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ മുസ്നദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ ദോഷങ്ങൾ പുറത്തു കിട്ടും. തീർന്നിട്ടില്ല. സലാം പറയുന്നതിൻ്റെ വേറൊരു മഹത്വം എന്താന്ന് വെച്ചാൽ അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും. നീ നിന്റെ ഭാര്യയോട് സ്ഥിരമായി സലാം പറയുന്ന ആളാണ്. എപ്പം വൈഫിനെ ഫോൺ വിളിച്ചാലും സലാം പറയും. മെസ്സേജ് അയക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് ടൈപ്പ് ചെയ്ത് സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ട് എങ്കിൽ തഹബ്ബബ്തും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ സ്നേഹം വർദ്ധിക്കും. അവലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും, നിങ്ങൾ പരസ്പര സ്നേഹം ഉണ്ടാവുന്ന അവിടെ പറഞ്ഞത്. അറബിയിൽ തഫഅല വസ്നിൽ ഒരു കാര്യം പറഞ്ഞാൽ പരസ്പരം എന്നാണ്.
ഫഅലക്കും അതിൻ്റെ അർത്ഥം ഉണ്ടെങ്കിലും തഫഅലും ഫഅലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുകയല്ല. ഭാര്യ ഭർത്താവിനോട് എപ്പം മിണ്ടുമ്പോഴും സലാം പറയാറുണ്ട്. മടക്കുന്ന ഭർത്താവ് നിന്നെ നല്ലോണം സ്നേഹിക്കും. പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ്. തഫഅല എന്ന് പറഞ്ഞാൽ തഹാബബ, ആ ഒരു ടേമിലാണ് വരിക. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല സ്നേഹം നൽകുമാറാവട്ടെ. അപ്പോൾ ഒരാളോട് ദേഷ്യം ഇല്ലാതിരിക്കാൻ, അയാൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വരാൻ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മതി. അപ്പോൾ നാട്ടുകാരെല്ലാവരും പരസ്പരം കണ്ടാൽ സലാം പറയുന്ന ശീലം ഉണ്ടാവണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സലാം സമാധാനത്തിൻ്റെ മതമാണ്. അതുകൊണ്ട് എല്ലാവരെ കണ്ടാലും അസ്സലാമു അലൈക്കും. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിം, മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയണം. ഇസ്ലാം സമാധാനത്തിൻ്റെ മതം, അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കണ്ടോ കണ്ടോ, ഇവിടെയുള്ള എല്ലാവർക്കും സലാം. ഇത് വലതുഭാഗത്തെ മോമിനീങ്ങളെ അവിടെ കരുതൽ സുന്നത്തും കൂടിയാണ്. നിസ്കാരം കഴിയുന്ന സമയത്തുള്ള സലാം പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ മലക്കുകൾക്കും ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും എൻ്റെ സലാം എന്ന് കരുതൽ സുന്നത്താ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കണ്ടോ, ഇനി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞാലോ പിന്നെന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ അൻതസ്സലാം. കണ്ടോ, അല്ലാഹുവേ നീ സലാമാണ്. എന്താ സലാം എന്ന് പറഞ്ഞാൽ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന റബ്ബാണ്. വമിൻക സലാം, നിന്റെ അടുത്ത് നല്ലേ സലാം നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒറിജിനൽ മുസ്ലിമായ ഒരാൾക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവില്ല, ഒരാളോടും ഉണ്ടാവില്ല, ഒരാളോടും ഉണ്ടാവില്ല. അയാളുടെ മതത്തിൽ ഉള്ള ആളാവട്ടെ, അയാളുടെ പ്രത്യയശാസ്ത്രത്തിലുള്ള ആളാവട്ടെ, അയാളുടെ സംഘടനയിൽ ഉള്ള ആളാവട്ടെ, അല്ലാതിരിക്കട്ടെ, ഒരാളോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒറിജിനൽ മുസ്ലിം. അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം ആദ്യം അയാളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താ? മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാതിരിക്കട്ടെ, യുക്തിവാദിയാവട്ടെ, റാഷണാലിസ്റ്റ് ആവട്ടെ, ഡൊറാസ്റ്റിക് ആവട്ടെ, ആരും ആവട്ടെ, ഈശ്വരവാദി നിരീശ്വരവാദി എന്തായാലും ആവട്ടെ, മൻസലിമന്നാസ്, സർവ്വജനങ്ങളും നിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാലേ നീ ഒറിജിനൽ മുസ്ലിം ആവും. സർവ്വജനങ്ങളും നിന്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാകണം. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തയാൾ, അപ്പോഴാ മുസ്ലിം ആവുക. MDM ഉപയോഗിക്കുന്നവൻ എങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? ഓനെ കാണുമ്പോൾ തന്നെ ഉമ്മാക്കൻ്റെ പേടിയാണ്, ഓൻ്റെ വീട്ടുകാർക്ക് പേടിയാ. കഞ്ചാവ് കയ്യിലേന്തി നടക്കുന്നവൻ അവനെങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക? അവനെ കാണുമ്പോൾ തന്നെ പലർക്കും പേടിയല്ലേ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മൂമിനാവില്ല. അപ്പൊ സ്വഹാബത്ത് വിചാരിച്ച് ഇതാരെക്കുറിച്ചാണ് പറയണത്? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, തീർച്ചയായിട്ടും ഒരുത്തൻ മുഅ്മിനല്ല. ഖാലു, അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരെക്കുറിച്ചാണ് തങ്ങൾ പറയണത്? അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, സ്വന്തം അയൽവാസിക്ക് ഇയാളിൽ നിന്ന് നിർഭയത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്ക് ഇയാളെ വരുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. അല്ലാഹ് മൂപ്പർ വരുന്നുണ്ടല്ലോ, മറ്റേ ആ പ്രശ്നം പറയാനായിരിക്കും. അയൽവാസിക്ക് നമ്മളെ പേടിയുണ്ടെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന അയൽവാസികൾ, ഫ്ലാറ്റിലാവട്ടെ, അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്തുള്ള നെയ്ബർ ആവട്ടെ, ഏതുമാവട്ടെ, നിന്റെ അയൽപക്കക്കാരന് നിന്നെ പേടിയുണ്ടെങ്കിൽ നീ ഒറിജിനൽ മൂമിനല്ല. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയാ, ലഹരി ഉപയോഗിക്കുന്ന ആളുടെ അയൽവാസി എല്ലാം എടുക്കട്ടെ, ഭർത്താവിനെ പേടിയല്ലേ? ഭർത്താവിനെ പേടിയാ ഭാര്യക്ക്. കാരണം അച്ചങ്ങായി ഉപയോഗിച്ചിട്ടാ വരുന്നത്. കുത്തിക്കൊന്ന കേസുകൾ നാടിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാ ലഹരി ഉപയോഗിക്കുന്നവൻ ഒറിജിനൽ മൂമിനാവുക? കണ്ടോ? അപ്പൊ നമ്മളൊക്കെ സലാം പറയുന്ന ശീലം ഉണ്ടാവുന്നതോടൊപ്പം
എല്ലാവർക്കും നമ്മൾ സലാമത്ത് നൽകുന്നവരും ആവണം. ഒരാൾക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയത് നിസ്കരിക്കാത്തതുകൊണ്ടല്ല. ആ പൂച്ചക്ക് സ്വന്തമായി ചെറിയ ചെറിയ പാറ്റകളെ പിടിച്ച് തിന്നാനും ഭക്ഷണം കഴിക്കാനൊക്കെ കഴിവുണ്ട്. നീ സ്വന്തമായിട്ട് അതിനെ പോകാൻ അനുവദിച്ചിട്ടില്ല. എന്നാ പിന്നെ നീ ആ കെട്ടിയിട്ട പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ അതും കൊടുത്തിട്ടില്ല. പോട് നരകത്തിൽ. കണ്ടോ, പൂച്ചനെ ഉപദ്രവിച്ചതിന് വരെ ഇസ്ലാം നരകാവ സമ്മാനം കൊടുക്കണത്. അപ്പോൾ പിന്നെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചവരുടെ കഥ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? മോനെ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസി ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, ആരോടും വെറുപ്പില്ലാതെ മോനിക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ, ലിഅഹദിൻ എന്ന് പറഞ്ഞാൽ ആരോടും. അവിടെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ഫതുഹുൽ ഇലാഹിൽ കാണാം, മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ ആരോടും വെറുപ്പില്ലാതിരിക്കുക. അങ്ങനെ നിനക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫ്അൽ, മോൻ അങ്ങനെ ജീവിക്കണം. 10 കൊല്ലത്തെ ഖാദിമിന് നിബിതങ്ങൾ കൊടുക്കാനുള്ള സമ്മാനം അതാണ്. മോൻ ആരെയും വെറുക്കാതെ ജീവിച്ചാൽ അതാണ് മോൻ്റെ ജീവിതം, അടിപൊളി ജീവിതം. അങ്ങനെ ജീവിച്ചാൽ മോൻ എൻ്റെ സുന്നത്ത് എടുത്തുള്ള ആളായി, മോൻ എൻ്റെ സുന്നത്ത് പിൻപറ്റിയ ആളായി. എൻ്റെ സുന്നത്ത് പിൻപറ്റിയാൽ കാനമായി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണത്തക്ക വിധത്തിൽ സ്വർഗ സീറ്റ് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓഫർ ചെയ്ത് എന്താണെന്നറിയോ? സലീമായ ഖൽബാവുക, ആരോടും വെറുപ്പില്ലാതിരിക്കുക. എനിക്കെന്താണെന്നറിയില്ല, മൂപ്പര പണ്ടേ പിടിക്കാറില്ല. അതൊന്നും നല്ല നിലപാടല്ല. ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക. അത് ശത്രുവാവട്ടെ മിത്രുവാവട്ടെ, നിന്റെ സംഘടനക്കാരനാവട്ടെ അല്ലാതിരിക്കട്ടെ, ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക. ഇതാണ് മുസ്ലിം. ഈ ഇസ്ലാം നമ്മളല്ലാതെ പിന്നെ ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് നമ്മൾ ഓരോരുത്തരുമല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? ആരെ കണ്ടാലും സലാം പറയണം എന്ന് പറഞ്ഞ മതം. മോനിക്ക് അല്ലാഹു രക്ഷ തരട്ടെ. നിസ്കാരം അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങി തീരുമ്പോഴേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സലാം പറയുന്ന മതം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പറയണത് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈഹി യർജിഉസ്സലാം. ഇത് മുഴുവനും സലാമത്തിൻ്റെ, രക്ഷയുടെ, സമാധാനത്തിൻ്റെ മതം എന്നുള്ളത് ചൊല്ലാനുള്ളതല്ലല്ലോ, ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതല്ലേ. നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവവും വാക്കുകൊണ്ട് മാത്രമല്ല, ഒരാളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് നടന്നാൽ അതും ഗീബത്താണെന്നല്ലേ സഹാബി ഇമാം പറഞ്ഞത്. അയാളെ പണ്ടേ എനിക്ക് പിടിക്കാറില്ല, കാരണം അയാൾ മൊത്തത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാം, അത് അയാളെക്കുറിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതും ഗീബത്താണ്, പറഞ്ഞിട്ടില്ലെങ്കിലും ഗീബത്താണ്. സ്ഥിരമായി ഒരാളെക്കുറിച്ച് മോശം വിചാരവുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും ഗീബത്താണെന്നല്ലേ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലേ? മുഗ്നിൽ മുഹ്താജിൽ ഖതീബു ശിർബീനി തങ്ങൾ പറഞ്ഞത്. ആകയാൽ നമ്മളൊക്കെ സലാമിൻ്റെ അഹലുകാരാണ്. 2 ആശയമാണ് പറഞ്ഞത്. ആരെ കണ്ടാലും സലാം പറയണം, അതുപോലെ ആ പറയുന്നതിൻ്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. അഫ്ശിസ്സലാം, മോനെ അബൂ ഹുറൈറ, എല്ലാവരോടും സലാം പറയണം. അത് സ്നേഹം വർദ്ധിക്കാൻ, ദോഷങ്ങൾ പുറത്തു കിട്ടാൻ, സ്വർഗത്തിൽ സ്ഫടിക കൊട്ടാരം കിട്ടാൻ, സ്വർഗത്തിൽ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഇതിനെല്ലാം കാരണമാണ് സലാം. നമ്മുടെ ജീവിതത്തിൽ